ചോദ്യം: തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഓപ്ഷൻസ്: എ വിനോദസഞ്ചാരം, ബി കൈത്തറി, സി ഫിഷറീസ്, ഡി ആരോഗ്യം. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി കൈത്തറി. അടുത്ത ചോദ്യം: പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? ഓപ്ഷൻസ്: എ ചാലിയാർ, ബി ചാലക്കുടിപ്പുഴ, സി മുതിരംപുഴ, ഡി പമ്പ. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? ശരി ഉത്തരം ഓപ്ഷൻ സി മുതിരപ്പുഴ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? ഓപ്ഷൻസ്: എ 1910, ബി 1911, സി 1909, ഡി 1914. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? ശരി ഉത്തരം ഓപ്ഷൻ എ 1910. അടുത്ത ചോദ്യം: തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ഓപ്ഷൻസ്: എ ശ്രീനാരായണ ഗുരു, ബി EMS, സി VP മേനോൻ, ഡി ചന്തു മേനോൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശരി ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം: ദക്ഷിണ വ്യോമസേന കമാൻഡിൻ്റെ ആസ്ഥാനം? ദക്ഷിണ വ്യോമസേന കമാൻഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻസ്: എ കൊച്ചി, ബി തിരുവനന്തപുരം, സി തൃശൂർ, ഡി കൊല്ലം. ദക്ഷിണ വ്യോമസേന കമാൻഡിൻ്റെ ആസ്ഥാനം? ശരി ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. അടുത്ത ചോദ്യം: പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യയുമായി കരാറിലൊപ്പിട്ട രാജ്യം? പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യയുമായി കരാറിലൊപ്പിട്ട രാജ്യം? ഓപ്ഷൻസ്: എ ഭൂട്ടാൻ, ബി ശ്രീലങ്ക, സി നേപ്പാൾ, ഡി ചൈന. പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ട രാജ്യം? ശരി ഉത്തരം ഓപ്ഷൻ ഡി ചൈന. അടുത്ത ചോദ്യം: പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഓപ്ഷൻസ്: എ കറുത്ത മണ്ണ്, ബി ചെമ്മണ്ണ്, സി എക്കൽ മണ്ണ്, ഡി ലാറ്ററൈറ്റ് മണ്ണ്.
പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ശരി ഉത്തരം ഓപ്ഷൻ എ കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം, ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏത്? ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമേത്? ഓപ്ഷൻസ്: എ നീല, ബി പച്ച, സി മഞ്ഞ, ഡി ഇവയൊന്നുമല്ല. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏത്? ശരി ഉത്തരം ഓപ്ഷൻ സി മഞ്ഞ. അടുത്ത ചോദ്യം, ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻസ്: എ യമുന, ബി കാവേരി, സി സത്ലജ്, ഡി ഗോദാവരി. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ശരിയുത്തരം ഓപ്ഷൻ സി സത്ലജ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി. ഓപ്ഷൻസ്: എ INS ഖുർസുര, ബി INS കൽവാർ, സി INS വിക്രം, ഡി INS അരിഹന്ത്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി. ശരിയുത്തരം ഓപ്ഷൻ ഡി INS അരിഹന്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം? ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഓപ്ഷൻസ്: എ വിശാഖപട്ടണം, ബി തൂത്തുക്കുടി, സി മുംബൈ, ഡി മാംഗ്ലൂർ. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ശരി ഉത്തരം ഓപ്ഷൻ ബി തൂത്തുക്കുടി. ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഓപ്ഷൻസ്: എ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, സി ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഡി ഫ്രഞ്ച് വിപ്ലവം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്ത ചോദ്യം, ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ? ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ. ഓപ്ഷൻസ്: എ ചെങ്കടൽ, ബി കരിങ്കടൽ, സി മെഡിറ്ററേനിയൻ കടൽ, ഡി അറബിക്കടൽ. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ. ശരി ഉത്തരം ഓപ്ഷൻ എ ചെങ്കടൽ. അടുത്ത ചോദ്യം, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം
സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏത്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏത്? ഓപ്ഷൻസ്: എ അയണോസ്ഫിയർ, ബി സ്ട്രാറ്റോസ്ഫിയർ, സി മിസോസ്ഫിയർ, ഡി ഹോമോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗമേത്? ശരി ഉത്തരം ഓപ്ഷൻ എ അയണോസ്ഫിയർ. അടുത്ത ചോദ്യം: ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഓപ്ഷൻസ്: എ മാക്സ് പ്ലാങ്ക്, ബി മാക്സ്വെൽ, സി ഗലീലിയോ, ഡി ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൺ. അടുത്ത ചോദ്യം: ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഓപ്ഷൻസ്: എ പ്രഗ്യാൻ, ബി വിക്രം, സി എക്സ്പ്ലോറർ, ഡി കലാം. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ശരി ഉത്തരം ഓപ്ഷൻ ബി വിക്രം. അടുത്ത ചോദ്യം: പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി? പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി. ഓപ്ഷൻസ്: എ ഭാരതപ്പുഴ, ബി പമ്പ, സി പെരിയാർ, ഡി യമുന. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി. ശരി ഉത്തരം ഓപ്ഷൻ സി പെരിയാർ. അടുത്ത ചോദ്യം: ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ കൃതിയാണ്? ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ്: എ വേലുക്കുട്ടി അരയാൻ, ബി കുമാരനാശാൻ, സി പൊയ്കയിൽ യോഹന്നാൻ, ഡി സഹോദരൻ അയ്യപ്പൻ. ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ കൃതിയാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ വേലുക്കുട്ടി അരയാൻ. പ്രാർത്ഥന സമാജ സ്ഥാപകൻ. പ്രാർത്ഥന സമാജ സ്ഥാപകൻ. ഓപ്ഷൻസ്: എ ജ്യോതിറാവു ഫുലെ, ബി സ്വാമി വിവേകാനന്ദൻ, സി ആനി ബെസന്റ്, ഡി ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥന സമാജ സ്ഥാപകൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആത്മാറാം പാണ്ഡുരംഗ്. അടുത്ത ചോദ്യം: ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ്? ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ്? ഓപ്ഷൻസ്: എ ഹൃദയം, ബി കരൾ, സി ശ്വാസകോശം, ഡി ആഗ്നേയഗ്രന്ഥി. ശരീരത്തിലെ പമ്പ്
എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ഹൃദയം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക്. ഓപ്ഷൻസ്: എ ലോർഡ് കൃഷ്ണ ബാങ്ക്, ബി കാത്തലിക് സിറിയൻ ബാങ്ക്, സി സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഡി നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക്. ശരി ഉത്തരം ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. അടുത്ത ചോദ്യം, ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഓപ്ഷൻസ്: എ കുറുമർ, ബി വേടർ, സി കുറിച്യർ, ഡി ചോല നായ്ക്കർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ചോല നായ്ക്കർ.